ഒരു ദിവസം ഞാൻ വേശ്യ കോളനിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഒരു വേശ്യ സ്ത്രീ, അവൾ ശരിക്കും കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. വളരെ വികലമായ ഒരു പെരുമാറ്റ രീതിയാണ് അവളിൽ നിന്നുണ്ടായത്. അവളുടെ മുറി ആ ചെറ്റക്കൂടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ച് അങ്ങ് വലിച്ചു. ഇങ്ങോട്ട് വാന്നേ. ഞാൻ അമ്പരന്നു. കാര്യം ഇത്രയും നാൾ ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ നേരെ കണ്ണിലോട്ട് നോക്കിയിട്ട്, മോളെ, നീ ആരെയാ പിടിച്ചു വലിക്കണേന്ന് അറിയാവൂന്ന് ചോദിച്ചു ഞാൻ. വളരെ ശക്തമായ ഭാഷയിൽ, നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, നീ എന്നെ തകർക്കാനാണോ ശ്രമിക്കുന്നത്? വളരെ രൂക്ഷമായിട്ട് ശക്തമായ ഭാഷയിൽ നീ അങ്ങനെ അയച്ചു. ഞാൻ ഒരു നിമിഷം കണ്ണടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മകളെ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കുരിശെടുത്ത് കൈപിടിച്ചു. അപ്പോഴേക്കും അവൾ കൈവിട്ടിട്ട് താഴെ വീണു. അച്ചു, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ കുരിശെടുത്ത് അവളുടെ മേൽ കുരിശ് വരച്ചിട്ട്, കർത്താവേ, ഇവളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതോടുകൂടി അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ വേശ്യാവൃത്തി ഉപേക്ഷിച്ചു. അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചപ്പോൾ ഓർമ്മിച്ചത്, കല്ലിടാനായിട്ട് എന്നെയാണ് ഓർമ്മിച്ചത്. രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു, അച്ചോ, എൻ്റെ വീടിന് കല്ലിടണം, എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മിക്കുന്നുണ്ട് മോളെ, എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചതല്ലേ നീ മദ്യം കഴിച്ച്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എങ്ങനെ ഞാൻ വേശ്യാവൃത്തി ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അവളുടെ വീടിന് കല്ലിടാനായിട്ട് ഞാൻ പോയത് ഓർമ്മിക്കുക. കർത്താവേ, എനിക്ക് കിട്ടിയ അവസരത്തെ ഓർമ്മിച്ച്, തിന്മയിലേക്ക് പ്രേരിപ്പിച്ച അവളെ ഓർമ്മിച്ചുകൊണ്ട്, അതിൽ നിന്ന് മോചനം കിട്ടാൻ എനിക്ക് അവസരം കിട്ടിയതിനെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.